ഈ റാക്ക് കൂൾ പാക്ക് എന്ന് പറയാം. ഇത് കറണ്ട് പോലെ തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വെക്കണം, അത് ഫ്രിഡ്ജല്ല. പിന്നെ ഇത് ഐസ് മേക്കർ, ഇതിൻ്റെ വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഐസ് അയക്കുമ്പോൾ ടിൽറ്റ് കഴിഞ്ഞാൽ ഐസ് ഇതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആവശ്യമുള്ള പൈസ നമുക്ക് ഇതിൽ എടുക്കാം. അങ്ങനെ കളക്ട് ചെയ്ത് ഇത് ഫിക്സഡ് പൊസിഷനൊന്നുമില്ല, കാരണം ഇത് ആവശ്യമില്ലെങ്കിൽ മാറ്റി വെക്കാം. താഴത്താണെങ്കിൽ ഈ താഴത്തെ ബോക്സിലായിരിക്കും ഏറ്റവും തണുപ്പ് കുറവ്. ഓക്കെ, അതിൽ ഒരു 7 ഡിഗ്രി ടെമ്പറേച്ചറിൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ. 3-ലിടാനും 7 ഡിഗ്രി ടെമ്പറേച്ചറിൻ്റെ അടുത്തായിരിക്കും അത് ഉണ്ടാവും. ഏറ്റവും തണുപ്പ് കുറച്ച് മതി ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനൊക്കെ. അതുകൊണ്ടാണ് അതിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വയ്ക്കാം. ഇവിടുന്ന് മേലോട്ട് വരുന്നത് തണുപ്പ് കൂടുതലായിരിക്കും, ഏറ്റവും മേളിലായിരിക്കും തണുപ്പ് കൂടുതൽ. അപ്പോൾ പാല് വയ്ക്കുമ്പോൾ ഏറ്റവും മേളിൽ തന്നെ വയ്ക്കാം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഏറ്റവും താഴത്ത് വയ്ക്കും, ബാക്കി എല്ലായിടത്തും ഫുഡ് ഐറ്റംസ് ഒക്കെ വയ്ക്കാം. നമുക്ക് ഇത് ഇങ്ങനെ വലിക്കാൻ പറ്റുന്ന ട്രൈ ചെയ്യാം. ഇത് വലിയ ബോട്ടിൽ വയ്ക്കും, ഇത് മുട്ടയൊക്കെ വെക്കാനാണ്. പിന്നെ കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണ് ഫ്രീസറിൻ്റെ കൂളിംഗ്, റൈറ്റ് സൈഡിൽ ഫ്രിഡ്ജിൻ്റെ കൂളിംഗ്. -19 ആണ് ഫ്രീസറിൻ്റെ നോർമൽ തണുപ്പ്. ഫ്രീസർ സ്വിച്ച് പ്രസ് കഴിഞ്ഞാൽ കൂളിംഗ് ചേഞ്ച് ചെയ്യാം. -23 ആണ് ഏറ്റവും കൂടിയ തണുപ്പ്, -15 ആണ് ഏറ്റവും കുറഞ്ഞ തണുപ്പ്. ഫ്രിഡ്ജിൻ്റെ ആണെങ്കിൽ 1 ആണ് ഏറ്റവും കൂടിയ തണുപ്പ്, 7 ആണ് ഏറ്റവും ലോവസ്റ്റ് തണുപ്പ്, 3 ആണ് നോർമൽ തണുപ്പ്. ഓക്കെ, ഇപ്പോൾ ഫ്രീസറിൽ നിങ്ങൾ സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തണുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് 3 സെക്കൻഡിലേക്ക് പിടിക്കാം. ഇതാണ് ഇൻഡിക്കേഷൻ. പവർ ഫ്രീസ് പറയും. സാധാരണ ഫ്രീസർ തണുക്കുന്നതിനേക്ക് 30% ഫാസ്റ്റ് ആയിട്ട് തണുത്തിട്ടും ആവശ്യം കഴിയുമ്പോൾ വീണ്ടും ഞെക്കി പിടിക്കാം 1 സെക്കൻഡ്. ഇൻ കേസ് നമ്മളത് കട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അതൊരു 50 മണിക്കൂർ കഴിഞ്ഞിട്ട് കട്ടാവുള്ളൂ. 2 ദിവസം കഴിയും കട്ടാകും. കറണ്ട് കൺസ്ട്രക്ഷൻ കൂടുതലായിരിക്കും. ഫ്രിഡ്ജിന്റെ ഇതുപോലെ ഫാസ്റ്റ് കൂളിംഗ് ആണെങ്കിൽ ഫ്രിഡ്ജ് 3 സെക്കൻഡ് കൂൾ ചെയ്യാം. താഴത്താണ് അതിന്റെ ഇൻഡിക്കേഷൻ. ഇതാണ് ഇൻഡിക്കേഷൻ. ഇത് നമ്മൾ കട്ട് ചെയ്തില്ലെങ്കിൽ ഒരു 3 മണിക്കൂർ കൊണ്ട് ഓട്ടോമാറ്റിക് കട്ടാവും. 3 മണിക്കൂർ. പിന്നെയുള്ള ഫ്രീസർ ടു ഫ്രിഡ്ജ് കൺവേർഷൻ. ഫ്രീസർ ഉപയോഗിക്കുന്നെങ്കിൽ ഫ്രീസർ ഫ്രിഡ്ജായിട്ട് കൺവേർട്ട് ചെയ്യാം. അതിന് 4 മണിക്കൂർ സമയം എടുക്കും കൺവേർട്ട് ആവാനായിട്ട്. 4 മണിക്കൂർ. അപ്പോൾ നമ്മൾ എപ്പോൾ സ്വിച്ച് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഉള്ള കൂൾ പാക്ക് എടുത്ത് പുറത്ത് വെക്കണം. കാരണം എന്ന് വെച്ചാൽ അതിന് ഫ്രീസർ കൂളിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ 8 മണിക്കൂറിൻ്റെ മുകളിൽ എടുക്കും കൺവേർട്ട് ആവാനായിട്ട് കൂളിംഗ്. അപ്പോൾ അത് പുറത്ത് വയ്ക്കാം. 4 മണിക്കൂർ കഴിയുമ്പോൾ കൂൾ പാക്കും വയ്ക്കാം, സാധനങ്ങൾ വയ്ക്കാം. അതിൽ നമുക്ക് ഫുഡ് ഐറ്റംസ് വയ്ക്കാൻ പോകുള്ളൂ, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒന്നും വയ്ക്കാൻ പാടില്ല. ഇത് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ മതി. അപ്പോൾ ഫ്രീസർ കുറ്റിയായിട്ട് കൊണ്ടുവിട്ടാം. വീണ്ടും 3 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ തിരിച്ച് ഫ്രീസറിലേക്ക്. ഇതിന് 4 മണിക്കൂർ തന്നെ സമയം എടുക്കും ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിലേക്ക് തിരിച്ചു വരാൻ. ഇപ്പോൾ സാർ എന്തെങ്കിലും ഓൺ ചെയ്തിട്ട് 2 മണിക്കൂർ അടുത്തായില്ലേ സാധനങ്ങൾ വരാം. ഈ സൈഡിൽ കൂടി ചൂട് ചെറുതായിട്ടുണ്ടോ കേട്ടോ? ആ സൈഡിൽ 2 സൈഡിൽ ഈ സെൻറ്റർ ഭാഗത്താണ് കൂടി. പിന്നെ ഈ തണുപ്പ് കൂടുതലാണെങ്കിൽ സാധനങ്ങൾ കുറവാണെങ്കിൽ ഇതുപോലെ തുറക്കുമ്പോൾ ഒരുപാട് പുക പോലെ വരും. ഒരുപാട് സാധനങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ -15 വെച്ചാൽ മതി. സാധനം ഇല്ലെങ്കിൽ ഇതിന്റെ ബില്ല് എന്താ നമുക്ക്?